ഡോക്ടർ, ഒരു പേഷ്യന്റ് വിളിച്ചിരുന്നു. സോറിയാസിസിന് ട്രീറ്റ്മെന്റ് ഉണ്ടോ, അത് പൂർണ്ണമായിട്ട് മാറുമോ, മാറിയാലും പിന്നീട് അത് വരാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെയാ ചോദിക്കുന്നത്. എന്താ പറയണ്ടേ? അപ്പോൾ പേഷ്യന്റ് ചോദിച്ചിരിക്കുന്നത് രണ്ട് ചോദ്യമാണ്. ഒന്ന്, സോറിയാസിസ് രോഗം പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുമോ, അതുപോലെ തന്നെ ഇത് പിന്നീട് വരാനുള്ള സാധ്യതയുണ്ടോ. ഒന്നാമത്തെ ചോദ്യം, സോറിയാസിസ് നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഒരു പാട് പോലും അവശേഷിക്കാത്ത രീതിയിൽ നമുക്കത് ചികിത്സയിലൂടെ ഭേദപ്പെടുത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് മരുന്ന് നിർത്തുകയും ചെയ്യാം. മരുന്ന് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ പിന്നീട് അസുഖം പിന്നീട് വരിക ആ രീതി ഉണ്ടാവില്ല. അതായത് നമുക്കത് രീതിയിൽ നമുക്കതിനെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇത് പിന്നീട് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. അത് പറയുന്നതിന് മുമ്പ് നമുക്ക് സോറിയാസിസ് എന്താണെന്നൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ തെറ്റായ ജീവിതശൈലി കൊണ്ട്, കുറേ നാളത്തെ തെറ്റായ ജീവിതശൈലി, ആഹാര രീതി, നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്, ടെൻഷൻ, അതുപോലെ തന്നെ നമുക്ക് കുറച്ചൊക്കെ പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം, എല്ലാ കാരണങ്ങൾ കൊണ്ടും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന, പ്രതിരോധത്തിലുണ്ടാകുന്ന, ഇമ്മ്യൂൺ മെക്കാനിസത്തിൽ ഉണ്ടാകുന്ന ഒരു ക്രമക്കേട് കൊണ്ടുണ്ടാകുന്ന ഒരു അസുഖമാണ് ഈ സോറിയാസിസ് എന്ന് പറയുന്നത്. അത് ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തെ തന്നെ ആക്രമിക്കുന്ന ഒരു രീതിയാണ്, നമ്മുടെ ത്വക്കിനെ തന്നെ ആക്രമിക്കുന്ന ഒരു രീതിയാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ സമഗ്രമായ ഒരു ചികിത്സ ഇതിനാവശ്യമാണ്. അതായത് നമ്മുടെ പ്രതിരോധത്തെ നമ്മൾ ക്രമീകരിക്കണം. അതേപോലെ തന്നെ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കാനുള്ള പ്രാണായാമം മുതലായ കാര്യങ്ങൾ ചെയ്യണം. ജീവിതശൈലിയെ ക്രമീകരിക്കണം. അത്തരത്തിലുള്ള സമഗ്രമായ ചികിത്സാ രീതി കൊണ്ട് നമുക്കിത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാം. അതുപോലെ തന്നെ ഒരു പാടുപോലും അവശേഷിക്കാത്ത രീതിയിൽ മാറും. നമുക്ക് മരുന്ന് ഘട്ടം ഘട്ടമായി വിഡ്രോ ചെയ്യുകയും ചെയ്യാം. അപ്പം അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇത് പിന്നീട് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞു തരും. അപ്പം ആ കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചു പോയാൽ, വലിയ കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു തെറ്റായ ജീവിതശൈലി കൊണ്ടും അതുപോലെ തന്നെ ആഹാരക്രമം കൊണ്ടൊക്കെ ഉണ്ടായ ഒരു അസുഖമാണ്. അപ്പം അതിനെയൊക്കെ കൃത്യമായി തന്നെ ഒരു ക്രമീകരണം വരുത്തണം. അപ്പം അത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മുടെ ജീവിത ശൈലിയിൽ വരുത്തേണ്ട ചെറിയ ക്രമീകരണങ്ങളെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. അത് ശീലിച്ചു പോയി കഴിഞ്ഞാൽ പിന്നീട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം നിങ്ങൾ വിളിക്കുന്ന രോഗികളുടെ അടുത്ത് പറയുക, ഇത് പൂർണ്ണമായിട്ടും മാറും, ഒരു പാടുപോലും അവശേഷിക്കാതെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ പിന്നീട് വരാതിരിക്കാനായിട്ട് ഡോക്ടർ കുറേ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു പോയാൽ മാത്രം മതി. പിന്നീട് വരാനുള്ള സാധ്യത വളരെ കുറവാണെന്ന്.